മക്കളുടെ വിദ്യാഭ്യാസത്തെയും സ്വഭാവരീതിയെയും പറ്റി മഹാരാജാവ് ശ്രദ്ധയോടെ അന്വേഷിച്ചിരുന്നു. അധ്യാപകർ എല്ലാവരും ഒരേ അഭിപ്രായം പറഞ്ഞു. എല്ലാ നിലയ്ക്കും ഒന്നാമൻ രാമൻ തന്നെ. ആകൃതിക്കൊത്ത ബുദ്ധിയോടും ബുദ്ധിക്കൊത്ത പഠിപ്പോടും പഠിപ്പിനൊത്ത ഉദ്യമത്തോടും ഉദ്യമത്തിനൊത്ത സമൃദ്ധിയോടും കൂടിയവൻ. രാമൻ അറിവുകൊണ്ട് മൗനം കൊള്ളുന്നു, കരുത്തുകൊണ്ട് ക്ഷമ പാലിക്കുന്നു. ചക്രവർത്തി തല കുലുക്കി. കുട്ടികൾ അയോധ്യയിലെ തെരുവുവീഥികളിലൂടെ നടക്കുന്ന സമയത്ത് ജനങ്ങൾ ഇരുവശവും തിക്കിത്തിരക്കി വന്നു നിൽക്കുന്നുവെന്ന് കേൾക്കുമ്പോൾ അതെന്തുകൊണ്ടാണെന്ന് തോന്നിയിട്ടുണ്ട്. അവർ രാമനെ കാണുവാനാണ് വരുന്നതെന്ന് പിന്നെ മനസ്സിലായി. രാമന്റെ ശരീരകാന്തി, സ്നേഹഭാവം, സമഭാവന, ധൈര്യം എല്ലാം അവർ ആവർത്തിച്ചാവർത്തിച്ചു വർണ്ണിക്കുന്നു. രാമന്റെ അനുജന്മാരും രാമനെ പുകഴ്ത്തുകയാണല്ലോ. ചക്രവർത്തിയുടെ ഹൃദയം സന്തോഷം നിറഞ്ഞു തുളുമ്പും. എന്നാൽ ഉടൻ തന്നെ മനസ്സിൻ്റെ അടിയിൽ നിന്നു ചാടി വരുന്ന ആ ഭയം അദ്ദേഹത്തെ ഞെട്ടിക്കുകയും ചെയ്യും. ആ പ്രതിജ്ഞ, ശപിക്കപ്പെട്ട ആ വാഗ്ദാനം, തനിക്ക് നൽകുവാൻ ഒരു ചവിട്ടടിയും ഇല്ലാതെയാവുകയാണോ? കൗസല്യയുടെ മകനേക്കാൾ ജനപ്രീതിയുള്ളവൻ കൈകേയിയുടെ മകനായിരുന്നുവെങ്കിൽ ആ ന്യായം പറഞ്ഞിട്ടെങ്കിലും തനിക്ക് പിടിച്ചു നിൽക്കാമായിരുന്നു. ഇതിപ്പോൾ തൻ്റെ ഹൃദയം പോലും രാമൻ അധീനവും. എന്നോ വായിൽ നിന്നു വീണുപോയ ഒരു വാചകം തൻ്റെ സമാധാനത്തിൻ്റെ എല്ലാ വാതിലുകളും കൊട്ടിയടയ്ക്കുകയാണ്. കൈകേയി ഒരു പെൺകുട്ടിയെ പ്രസവിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. ഇത്തരം വ്യാകുല ചിന്ത വന്ന് മനസ്സിനെ കലക്കുമ്പോഴാണ് പിന്നിൽ നിന്ന് ആദരവോടെയുള്ള ആ വിളി കേൾക്കുക, അച്ഛാ. രാമൻ. അപ്പോൾ വിഷാദത്തിൻ്റെ മൂടൽമഞ്ഞുകളെല്ലാം മാറിപ്പോകും. പിന്നെ ദുഃഖമില്ല, ആശങ്കയില്ല, ആനന്ദം മാത്രം. രാമൻ ശരിക്കും ദശരഥൻ്റെ ആനന്ദം തന്നെയായിരുന്നു. ദശരഥനു മാത്രമല്ല, രാജ്ഞിമാർക്കും. രാവിലെ ഉണർന്നെഴുന്നേറ്റാൽ കൈകേയി ചെവിയോർക്കുക രാമൻ്റെ പദധ്വനിയാണ്.